ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എൻ്റെ തോൽവികളും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും. ഒരുപാടൊന്നും പഠിച്ചത് പറയാനില്ല കേട്ടോ. അപ്പോൾ തോൽവികൾ എല്ലാവരുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ്. എന്താണ്, ECGയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ തന്നെ ജീവിതം ഇറ്റ്സ് ലൈക്ക് ലൈഫ് ഇസ് ഓവർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളും. അതിൽ ഉയർച്ചയിലും താഴ്ചകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാനും ഒരുപാട് തോൽവികളെല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂസിൽ പോയി ചില ഇൻ്റർവ്യൂസിൽ പാസ്സായിട്ടുണ്ട്, ചില ഇൻ്റർവ്യൂസിൽ ഫെയിൽഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കോളേജിൽ പഠിക്കുമ്പോഴായാലും എല്ലാം ചില എക്സാംസിൽ പാസ്സായിട്ടുണ്ട്, ചില എക്സാംസിൽ ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് പഠിച്ച് പാസ്സാകാനുള്ള പ്രയത്നങ്ങൾ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈംസ് എല്ലാം ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്ര ടൈം നമ്മൾ അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നതിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. അതല്ലാതെ വിഷമങ്ങളെല്ലാം ഇറ്റ്സ് ലൈക്ക് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ കോളേജസിൽ പോവും, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, ജോബ്സ് എടുക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, സക്സസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം സെറ്റ് ബാക്സ് ഉണ്ടായാലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു പഠിച്ച പാഠം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഫെയിലിയർ സൈഡും ഉണ്ട്. എല്ലാത്തിൻ്റെയും സക്സസിൻ്റെയും പിന്നിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ടിട്ട് തന്നെയാണ് ഏതെങ്കിലും സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ത്രൂ ഔട്ട് സക്സസ്ഫുൾ ആയിട്ട് മാത്രം ഏതെങ്കിലും ഒരു പ്രോജക്റ്റോ ലൈഫോ ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റേത് ഒരു 2 sides ഓഫ് എ കോയിൻ എല്ലാ ആസ്പെക്റ്റിനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനും ലൈക്ക് അപ്സ് ആൻഡ് ഡൗൺസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്സ് ഓൾസോ. അപ്പോൾ ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നമ്മൾ ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് കേൾക്കാം. എഗെയിൻ അതും നമ്മുടെ ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുക, വീണ്ടും ട്രൈ ചെയ്യുക. ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ 1 day 2 day നമ്മൾ വിഷമിച്ചിരിക്കായിരിക്കാം, എന്നിട്ട് നമ്മൾ ഗെറ്റ് അപ്പ് ആൻഡ് ട്രൈ അഗെയിൻ അല്ലേ. എക്സാംസ് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നടക്കണ എല്ലാ എക്സാമിലും നമ്മൾ പാസ്സായിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു എക്സാമിൽ നമ്മൾ വയ്യാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫെയിൽ ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മളതിനെ ലെറ്റ് ഗോ ചെയ്യാതെ വീണ്ടും ട്രൈ ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്കും അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ഫെയിലായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഏതോ ഒരു ഫെയിലിയർ, ഏതോ ഇൻ്റർവ്യൂ ഫെയിലിയറോ ഒരുപാട് ഫെയിലിയേഴ്സ് ഉള്ള കാരണം ഏതാണെന്ന് ഓർമ്മയില്ല, അതിലൊരു ഫെയിലിയറായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, നിനക്ക് പറ്റിയ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിനക്കും കാണുമല്ലോ, അപ്പോൾ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാതെ നീ വീണ്ടും പോയി ട്രൈ ചെയ്യൂ, അല്ലാതെ വിഷമിച്ച് ടൈം വേസ്റ്റ് ആക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഓക്കെ, 1 day 2 day നമുക്ക് വിഷമിച്ചിരിക്കാം, ദെൻ കീപ് ട്രൈയിങ് അഗൈൻ. അപ്പോൾ ഇത് എനിക്കൊരു ഏറ്റവും ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആൻഡ് മോട്ടിവേഷണൽ ഡയലോഗായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന്. അത് വളരെ യങ് ആയിട്ടുള്ള ഏജിൽ നടന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും എനിക്ക് പിന്നീട് എന്തൊക്കെ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴെല്ലാം ഞാൻ ഈ ഒരു ഡയലോഗാണ് എപ്പോഴും ആലോചിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ എക്സാമിനേഷൻസ് ടൈമാണ്, ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു എന്താ പറയുക, ഇനി എന്തെങ്കിലും സെറ്റ് ബാക്സ് ഉണ്ടായാൽ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. ആൻഡ് സക്സസ്ഫുൾ എന്തായാലും അറ്റ് 1 point or the other എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ ലെസൺ. അപ്പോൾ എനിക്കിതൊന്ന് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ഓൾ ഓഫ് യു, ആൻഡ് ബൈ.